പ്ലാന്റ്സ് പലതരത്തിലാണ് മനുഷ്യർക്ക് ഉപകാരപ്രദമായിട്ട് അവരുടെ ജീവിതം കഴിക്കുന്നത്. ചില പ്ലാന്റ്സൊക്കെ പൂക്കൾ മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഫ്ലോറിക്കൾച്ചറാണ്. അവരുടെ ഫ്ലവറാണ് നമുക്ക് അവരിൽ നിന്നുള്ള ആദായം. അങ്ങനത്തെ പ്ലാന്റ്സിനെയാണെങ്കിലും നമ്മൾ ടൈമിൽ വളം കൊടുക്കുകയും അതുപോലെ തന്നെ കറക്റ്റായിട്ട് അതിനെ നമ്മൾ ശുശ്രൂഷിക്കണം. എന്ന് വെച്ചാൽ അതിൻ്റെ പ്രൂണിങ്ങൊക്കെ നടത്തണം. ഞാൻ ഇന്നലെ റോസിൻ്റെ കാണിച്ചില്ലേ അതുപോലെ. എന്നാൽ ചില ഫ്രൂട്ട് ട്രീസ് ഉണ്ട്, നമ്മൾ ഓർച്ചാർഡിൽ വളർത്തുന്ന ഫ്രൂട്ട് ട്രീസ്. അതിന് കൃത്യമായിട്ട് നമ്മൾ അതിൻ്റെ ഒരു പ്രൂണിങ് നടത്തിയാലേ ഉള്ളൂ നമുക്ക് സമയത്ത് ഫ്ലവർ ചെയ്ത് അത് ഫ്രൂട്ട്സ് തരുള്ളൂ. ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ അബിയു പ്ലാന്റിൻ്റെ അടുത്താണ്. അബിയു പ്ലാന്റ് ഇപ്പം പൂക്കുന്ന കാലമാണ്, ഫ്ലവറിങ്ങിൻ്റെ സമയമാണ്. അപ്പോൾ അതിന് ഈ പൂക്കളുണ്ടാകുമ്പോൾ ശ്രദ്ധിക്കണം, നീറും കൂടി ഇതിൽ കിട്ടും. അതൊരു ഒരു സൈനാണ് പൂക്കളുണ്ടാകുന്നു എന്നുള്ളതിൻ്റെ. അതിൻ്റെ ഇതെല്ലാം ഊറ്റി കുടിക്കും. നിങ്ങൾക്ക് കാണാമോയെന്ന് അറിയില്ല, അത് കണ്ടോ, അബിയു പ്ലാന്റിൻ്റെ ഫ്ലവറാണ് ഈ കാണുന്നത്. ഈ കമ്പ് നിറച്ച് ഫ്ലവറുണ്ട്. അപ്പോൾ ഇതിന് ഒരു സൈഡിലായിട്ട് ഒരു നീറും കൂടെ ഉണ്ടായിരുന്നു, അതിനെ ഞങ്ങൾ നിഷ്കാസനം ചെയ്തു. ഇത് അടുത്ത കമ്പ് കാണിച്ചു തരാം. അതിലും ഇത് കണ്ടോ, പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് അബിയു പ്ലാന്റ് ഉണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ വാച്ച് ചെയ്യണം, അതിൽ പൂക്കളുണ്ടായിക്കണം. ഇതിലും നിങ്ങൾക്ക് കാണാമെന്നറിയില്ല, കണ്ടോ, നിറച്ച് പൂക്കളുണ്ടായിട്ടുണ്ട്. ഈ കാണുന്നത് തടിയേലാണ് ഇതിൻ്റെ പൂക്കൾ ഉണ്ടാകുന്നത്. ഇതിൻ്റെ പൂക്കളുടെ പ്രത്യേകത തീരെ ചെറുതാണ്. അത് തടിയെ തന്നെ നിന്ന് പുഷ്പിച്ച് അവിടെ തന്നെ കോളൈൻ എന്ന് പറയും. സയൻറ്റിഫിക്കലി അതിനെ കോളൈൻ എന്നാണ് പറയുന്നത്. അതായത് തണ്ടിനോട് ചേർന്ന് പൂവുണ്ടായി ആ പൂ പോയി കഴിയുമ്പോൾ അവിടെ ഫ്രൂട്ടുണ്ടാവും. ഉണ്ടോ, ഒരുമാതിരി വലിയ പൂവാണ്. അടുത്ത് തന്നെ അത് ഫ്രൂട്ടാകുമായിരിക്കും പൂ പൊഴിഞ്ഞ്. അങ്ങനെ ഒരുമാതിരി എല്ലാ കമ്പയിലും ഫ്ലവർ ഉണ്ടായിട്ടുണ്ട്. ചെറിയ ഫ്ലവർ ഉണ്ട്, ചെറിയ ഫ്ലവർ ഇതിൽ ചെറിയൊരു ഫ്ലവർ ബഡ് കണ്ടോ. ഇങ്ങനെ എല്ലാ കമ്പിലും ഞാൻ പരിശോധിച്ചപ്പോൾ അത് ഫ്ലവർ ചെയ്തിട്ടുണ്ട്. ഇത് ഫ്ലവർ ചെയ്യാനുള്ള കാരണം, ഇതിപ്പോൾ 4 കൊല്ലമായെങ്കിലും ഇത് ഫ്ലവർ ചെയ്തില്ലായിരുന്നു. ഞാനിതിൻ്റെ ടോപ്പൊന്ന് എൻ്റെ ജോലിക്കാരൻ വന്നപ്പോൾ ഗോവണി വെച്ച് ടോപ്പൊന്ന് പ്രൂൺ ചെയ്യിച്ചു. കാരണം മരം വലുതായിപ്പോയി. അത്രയും മരം വലുതാകേണ്ട കാര്യമില്ല. വലുതായി കഴിയുമ്പോഴേ നമുക്കിതിൻ്റെ ഫ്രൂട്ട്സൊക്കെ പ്ലക്ക് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കഴിയുന്നതും നമ്മുടെ കൈയെത്തുന്ന ദൂരത്തിലേക്ക് അതിൻ്റെ വളർച്ചയെ നമ്മൾ ക്രമീകരിക്കാൻ ശ്രമിക്കണം. ഇപ്പോൾ ഉണ്ടാകുന്ന എല്ലാ പൂക്കളും കായ്കളാക്കി മാറണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഇത്തരം പ്ലാന്റ്സിൻ്റെയൊക്കെ സമീപത്ത് എല്ലാ ദിവസവും പോയി നോക്കണം, ഏതെങ്കിലും രീതിയിലുള്ള അറ്റാക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന്. ഉണ്ടോ, ഇത് ചെറിയ 2 പൂക്കളുണ്ട് ഇതിൽ. ഒരുമാതിരി എല്ലാ കമ്പിലും പൂക്കളുണ്ട്. ഇത് കണ്ടോ, തീരെ ചെറിയ മുട്ട ഇതിനകത്തും മുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഇത് കണ്ടോ, ഒരു വിരിഞ്ഞ പൂവുണ്ട്. പൂ വിരിഞ്ഞിട്ടാണല്ലോ അത് കായായിട്ട് മാറുന്നത്. അപ്പോൾ ഈ വിരിഞ്ഞ പൂ ഒരു പക്ഷേ അടുത്ത ദിവസം തന്നെ അത് കായായിട്ട് മാറാം. ഇതിൻ്റെ തന്നെ എല്ലാ കമ്പിനെയും പൊക്കി നോക്കണം. അതിൻ്റെ അടിയിലാണ് നമുക്ക് ഇത് ഫ്ലവർ കാണാൻ പറ്റത്തുള്ളൂ. ഈ ഫ്ലവർ പോയി കഴിഞ്ഞാൽ ഉടനെ അത് ഫ്രൂട്ടാകും. കണ്ടോ, ഇതിൽ ഒരുപാട് പൂക്കളുണ്ട്. കണ്ടോ, ചെറിയതാണെങ്കിലും തടി നിറച്ച് പൂത്തിട്ടുണ്ട്. ചിലർ പറയും 2 മരം ഉണ്ടെങ്കിലേ പൂക്കുള്ളൂ. ഇല്ല, അത് വെറുതെ പറയുന്നതാണ്. കാരണം എനിക്ക് 2 മരം ഉണ്ട്, പക്ഷെ അത് രണ്ട് വ്യത്യസ്ത ദിശയിലാണ് നിൽക്കുന്നത്. ഒരു മരം മറ്റേ മരമായിട്ട് ഒരിക്കൽ പോലും ഒരു സംസർഗത്തിനോ കാറ്റ് പോലും കിട്ടാത്ത അത്രയും ദൂരത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഒരു മരം തന്നെ മതി. പിന്നെ ഇതിൻ്റെ ഫ്ലവർ ഞാൻ ശരിക്കും പറഞ്ഞാൽ പരിശോധിച്ചില്ല. എടുത്തു നോക്കിയാൽ അറിയാം ബൈസെക്ഷലാണോ എന്ന്. ബൈസെക്ഷലായിരിക്കും, അല്ലെങ്കിൽ ഫ്രൂട്ട് ഉണ്ടാകാൻ ചാൻസ് ഇല്ലല്ലോ. അതുകൊണ്ട് ഒരു മരം ഉള്ളെങ്കിലും നിങ്ങളതിനെ ശ്രദ്ധിച്ച് പരിപാലിക്കണം. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ കായ്ഫലം കിട്ടാനുള്ള ഒരു ടിപ്പാണ് ഞാൻ പറഞ്ഞു തന്നത്. ഉണ്ടല്ലോ, ഈ കമ്പയിലും അടുത്തൊരു കമ്പ്, ആ കമ്പയിലും ഇഷ്ടം പോലെ മുട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ മുട്ടുകൾ നമ്മുടെ ഫ്രൂട്ട് ട്രീസ് അല്ല, ഏത് പ്ലാന്റ് നമ്മൾ നട്ടു വളർത്തിയാലും നമ്മുടെ സമീപത്തായിരിക്കണം. നമ്മൾക്ക് ആ മരവുമായിട്ടൊരു ബന്ധം വേണം. എല്ലാ പ്രാവശ്യവും പ്ലാന്റ്സിന് ജീവനുണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ അതിനെ ചെന്ന് പരിചരിക്കുകയും തൊടുകയും തലോടുകയും ചെയ്യുന്നതോടുകൂടി അതിനൊരു ഉന്മേഷം ഉണ്ടാകും. അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്കുള്ള അത് വളർച്ച ആരംഭിക്കും. ഇതിൽ തീരെ ചെറിയ മുട്ട് കണ്ടോ, തീരെ ചെറിയ മുട്ട് ഈ കമ്പയിലുണ്ട്. ഇതെല്ലാം ഒരു പൂ മാറി
ഒരു ഫലമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ നിങ്ങളുടെ വീട്ടിലും അബിയു ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അതിൻ്റെ ഫ്ലവറിങ് സീസണാണ്. അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ ഫ്ലവറിങ് സീസണിൽ എപ്പോഴും നീറും കൂട് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങളൊന്ന് നോക്കുക. അങ്ങനെ അഥവാ നീറും കൂടെ ഉണ്ടെങ്കിൽ ഒറ്റ പണി ചെയ്താൽ മതി. വേണ്ട, വേറൊരു കമ്പയിൽ നല്ല പൂവ്, നല്ല 2 പൂവ് അടുത്തടുത്തുണ്ട്. അത് ഏതാണ്ട് ഒന്ന് വിരിഞ്ഞു തുടങ്ങി. ഞാൻ പറഞ്ഞ നീമിൻ്റെ വാട്ടർ ഉണ്ടാക്കും. ഇത് കേട്ടോ, ഇതിൽ നിറച്ച് മുട്ടുണ്ട്, കുഞ്ഞു മുട്ടുകൾ. ഇത് ഈ അടുത്ത കമ്പ്, ഒരുപാട് കമ്പുകളുണ്ട് താഴെ. എല്ലാ കമ്പയിലും എനിക്ക് കാണാവുന്ന അത്രയും ദൂരത്തിലുള്ളതിലെല്ലാം മുട്ടുകളുണ്ട്. ഇത് മുട്ടുകൾ. നീമല്ലേ, ആര്യവേപ്പിൻ്റെ ഇല എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു പിടി ഇലയിട്ട് നന്നായിട്ട് തിളപ്പിച്ച് 1/2 ലിറ്റർ ആക്കണം. അത് കഴിഞ്ഞ് അത് തണുപ്പിച്ചിട്ട് പിന്നെ അത് ഡൈല്യൂട്ട് ചെയ്യണ്ട. കാരണം അത് ഒരു കുപ്പിക്കകത്ത് നിറച്ചിട്ട് കുപ്പിയുടെ അടപ്പയിൽ ഒരു ചെറിയ ദ്വാരം ഇടുക. ഒരു കമ്പി കൊണ്ടോ പപ്പടക്കോല് കൊണ്ടോ ഒന്ന് ചൂടാക്കി കുത്തിയാൽ മതി. എന്നിട്ട് തളിച്ചു കൊടുത്താൽ മതി. നീറ് സ്ഥലം വിടും. അതുപോലെ ഒരു ജീവികളും ഇതിനെ അറ്റാക്ക് ചെയ്യില്ല. കാരണം ആ കയ്പ്പ് ഒരു ഇൻസെക്ട്സിനും ഇഷ്ടമല്ല. അതുകൊണ്ട് എല്ലാ പച്ചക്കറികളിലും ഫ്രൂട്ട് ട്രീസിലും അത് തളിച്ചാൽ നിങ്ങൾക്ക് നല്ല ഫലം കിട്ടും. എനിക്ക് പേരയ്ക്ക അതുപോലെ കിട്ടിയത് ഞാൻ കാണിച്ചില്ലേ. അതുപോലെ എല്ലാം നാച്ചുറലായിട്ട് നിങ്ങൾ ചെയ്ത് ഓർഗാനിക്കായിട്ടുള്ള ഫ്രൂട്ട്സ് ആൻഡ് ഫ്ലവേഴ്സ് ഉണ്ടാകട്ടെ.